സമരങ്ങൾക്കും നമ്മൾ ആരും എതിരല്ല. ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ കരിങ്കൊടിക്കോ പ്രതിഷേധത്തിനോ ഒന്നും ഞങ്ങൾ ആരും എതിരല്ല. ഞങ്ങളൊക്കെ സമരം ചെയ്യുന്നവരാണ്. സമരം ചെയ്തിട്ടുമുണ്ട്, സമരം കണ്ടിട്ടുമുണ്ട്, സമരം നേരിട്ടിട്ടുമുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരത്തിൻ്റെ ഭാഗമായി വന്നിട്ട് ക്യാമറയും കൊണ്ട് വന്നിട്ട് പിന്നെ വേരി വന്നിട്ട് കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിയ അസഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. എന്നാലും ഒരു അക്രമത്തിനോ അതിക്രമത്തിനോ കൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ? ഞങ്ങൾക്കിപ്പോൾ വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല, സ്പെഷ്യൽ സാങ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്തും ജയിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നത്, നിലനിൽക്കുന്നത് തന്നെ ഉണ്ടാവും. ഇനി അടുത്തൊരു ചോദ്യം, എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ലോജിക്ക് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് ബാധകമാണോ? ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിലെ MLA-മാരുമായി ബന്ധപ്പെട്ടവർക്ക് ബാധകമാണോ? ഈ ലോജിക്ക് മന്ത്രിസഭയിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ബാധകമാണോ? ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ SFI മുതലുള്ള പാർട്ടി ഘടകങ്ങളിലുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ലോജിക്ക് അവിടെ ബാധകമാണോ? MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അത് ബാധകമാണോ? അപ്പോൾ അതൊന്നും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആയിക്കോട്ടെ, രാഷ്ട്രീയതാണെങ്കിൽ സമരം ചെയ്തോട്ടെ. അപ്പോഴും പറയുന്നു, ലോജിക്കിൻ്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ. ഈ സമരത്തിൻ്റെ ഒരു വാക്കും കൂടെ, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വടകര നൽകിയ ഉജ്ജ്വലമായ പിന്തുണയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിക്ക് സമാനതകളില്ലാത്ത പിന്തുണയാണ് വടകരയിൽ ജനങ്ങൾ നൽകുന്നത്. തോരാതെ പെയ്യുന്ന മഴയാണ്. ആ മഴയത്ത് പോലും ആയിരക്കണക്കിന് ആളുകൾ ഈ തീപ്പന്തവുമേറ്റി പേരാമ്പ്രയുടെ മണ്ണിലേക്ക് ഇറങ്ങി വരുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ജനമനസ്സിലുള്ള ഏറ്റവും വലിയ പിന്തുണയുടെ ഒരു തെളിഞ്ഞ ഉദാഹരണമാണ് ഇന്നിവിടെ കണ്ടത്.